നല്ലൊരു വ്യാഴാഴ്ചയായിട്ട് കിടന്നുറങ്ങി എന്നെ ഇതാ ഇപ്പൊ ഒരു പെട്ടെന്ന് റെഡി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് നാളെ ഞാൻ തിരിച്ചെറണോളാം. അതിനു മുമ്പ് ഞങ്ങൾ എന്ന് സ്ഥിരം പോയിരിക്കാറുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം പോയിരിക്കാന്ന് പോകുന്ന വഴിക്ക് ഇവൻ എനിക്കൊരു ലിച്ചി മുട്ടായി ഒക്കെ വാങ്ങി തന്നു. കാണാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ പുള്ളി അങ്ങനെ എന്റെ അനിയനെ വഴിയെന്ന് കിട്ടി. ഇപ്പൊ നമ്മള് രണ്ടല്ല 3 പേരാണെങ്കിൽ വന്നപ്പോ തൊട്ട് വിശക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കാം. അങ്ങനെ ഒരു പാക്കറ്റ് ക്രീം ബണ്ണും ഒരു കുപ്പി വെള്ളവും മേടിച്ചു കൊടുത്ത് വായട. അങ്ങനെ അവസാനം നമ്മള് നടന്ന് കുളത്തിലെത്തിയപ്പോ ചെറിയ മഴയൊക്കെ പെയ്തു. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കി. എന്റെ അമ്മി കാലൊന്ന് കുത്തിയതേ ഓർമ്മയുള്ളൂ. മരവിച്ച് പോയി. ഒടുക്കത്തെ തണുപ്പാ വെള്ളത്തിന്. ചാടണോ വേണ്ടെന്ന് ചിന്തിച്ച് അവസാനം എന്തോലും കുറച്ചു നേരം കരയെ കയറി ഇരുന്നപ്പോഴേ മീൻ വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പെഡിക്യൂറൊക്കെ ചെയ്ത് അതും ലാഭമായല്ലോ. അങ്ങനെ 1.5 മണിക്കൂർ നമ്മൾ കുളത്തിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ കേരളത്തിന് തണുപ്പാണെങ്കിൽ അടിക്കുന്ന വെയിലിന് നല്ല ചൂട്. അതുകൊണ്ട് സൺസ്ക്രീൻ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ സൺസ്ക്രീൻ എടുത്ത് പോക്കറ്റിലിട്ടായിരുന്നു. എനിക്കറിയാം ഇവന്മാരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ വെയിലത്ത് തന്നെ ചുറ്റിക്കറങ്ങി. ദൈവം ഈ പണ്ടൊരു എത്ര അങ്ങനെ നടന്നിട്ട് കയറാൻ പറ്റുന്നില്ല. നിങ്ങള് വന്നപ്പോ നല്ല സ്മൂത്ത് ആയിരുന്നു. അങ്ങോട്ട് പോകാനാണ് പാട്. നടക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വിചാരിച്ചു വല്ലതൊക്കെ വാരി തിന്നാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി തിരിച്ച് അവന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇവന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവന്മാരോടെല്ലാം ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. എനിക്ക് ആ പൂവിന്റെ മണവും ആ പൂവ് ഇഷ്ടമാന്ന് പറഞ്ഞതിന്റെ റിയാക്ഷനാണ് അവന്റെ മുഖത്ത് ഇപ്പൊ. തിരിച്ചു വരാൻ നേരം ഇവന് ചായ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചായക്കട കയറി ചായ ഒക്കെ കുടിച്ചു. അവിടുത്തെ കടികൾ കണ്ടപ്പോ എനിക്കും എന്തോ ഒരു ചാഞ്ചാട്ടം പോലെ. അപ്പൊ ശരിയെന്നാ.